അരിക്കൊമ്പൻ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ നൃത്താവിഷ്കാരവുമായി ഡോക്ടർ രാജശ്രീ വാര്യർ. ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ നാട്യസൂത്രത്തിൻ്റെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നൃത്താവിഷ്കാരമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. തനിക്ക് ആവശ്യമായതെന്തും പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തി ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്നും പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരിലേക്ക് മാറിയിരിക്കുന്നു ഇന്നിൻ്റെ കാഴ്ച. ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അരിക്കൊമ്പൻ വിഷയവും വ്യത്യസ്തമല്ലെന്നാണ് ഡോക്ടർ രാജശ്രീ വാര്യർ തൻ്റെ ചുവടുകളാൽ പറയാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ വനം കയ്യേറുകയും വന്യമൃഗങ്ങളെ വേട്ടയാടുകയും വനസമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അരിക്കൊമ്പൻ വിഷയം അടക്കമുള്ള വന്യമൃഗശല്യവും മറ്റ് പ്രശ്നങ്ങളും മനുഷ്യ ചെയ്തികളുടെ ബാക്കിപത്രമാണെന്ന് നൃത്താവിഷ്കാരം സംശയലേശമന്യേ പറഞ്ഞു വെക്കുന്നു. ഇത്തരം വിഷയങ്ങൾ പ്രേക്ഷകരുമായി സംവദിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നൃത്തമടക്കമുള്ള കലാരൂപങ്ങൾ തന്നെയാണെന്ന് നാട്യസൂത്രയുടെ സിഇഒയും ഇൻവിസ് ഡയറക്ടറുമായ അനിത ST പറഞ്ഞു. ഞങ്ങൾക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നാട്യസൂത്രയും ആർട്ട് ഏറ്റവും നന്നായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ രാജശ്രീ വാര്യറും ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസായ പ്രൊഡക്ഷൻ സപ്പോർട്ട് ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൂടി ചേർന്നപ്പോഴാണ് ഞങ്ങൾ ഒരു മെസ്സേജ് ഈ എൻവയോൺമെൻറ്റ് ഡേക്ക് ഇങ്ങനെ മദർ നേച്ചർ സീരീസ് എന്ന പേരിൽ ഒരു വീഡിയോ ക്യാപ്സൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നമുക്കറിയാം ഇപ്പോൾ സൊസൈറ്റി നടക്കുന്ന ഒരു തീം രാജശ്രീ വാര്യർ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇൻവിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ നാട്യസൂത്രയാണ് മദർ നേച്ചർ സീരീസ് പ്രേക്ഷകരിലെത്തിക്കുന്നത്. ഇൻവിസിന്റെ തന്നെ പ്രകൃതി സൗഹൃദ പദ്ധതിയായ തിരുവനന്തപുരം പുളിയറക്കോണത്തെ മിയാവാക്കി വനത്തിൽ വെച്ചാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ പ്രകൃതിയെ ചേർത്തുപിടിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് രാജശ്രീ വാര്യരുടെ ചുവടുകൾ. കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.